ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങൾ തണ്ണിമത്തൻ കൃഷിയെക്കുറിച്ചാണ് പറയുന്നത്. 3 ചാല് ഉഴുത് മറിച്ച് മണ്ണ് പൊടിയാക്കി അതിൻ്റെ മുകളിൽ 8 ഫീറ്റ് അകലത്തിൽ വാരങ്ങൾ കോരി പിന്നെ അതിൻ്റെ മുകളിൽ ഡ്രിപ്പ് പൈപ്പ്, ഇതുപോലെ ഡ്രിപ്പ് പൈപ്പ് ഇടുക. ഡ്രിപ്പ് പൈപ്പ് ഇട്ട് അതിൻ്റെ ഡ്രിപ്പ് വെള്ളം വീഴുന്ന ഭാഗം മുകളിലോട്ടാക്കിയിട്ട് ഷീറ്റ് ഡ്രിപ്പ് പൈപ്പ് ഇട്ട് ഇതുപോലെ ഷീറ്റ് വിരിക്കുക. ഷീറ്റ് പറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ മണ്ണ് ഇട്ട് ഉറപ്പിക്കുക. മണ്ണിട്ട് ഉറപ്പിച്ചതിന് ശേഷം 40 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഡ്രിപ്പിൻ്റെ പൈപ്പിൻ്റെ ഹോളുകൾ. ആ ഹോളിനനുസരിച്ച് ഒന്നുകിൽ ഒരു PVC പൈപ്പ്, 2 ഇഞ്ച് വണ്ണുള്ള PVC പൈപ്പ് കൊണ്ട് ആ കറക്റ്റ് ഹോളിൽ കുത്തി ഹോളുണ്ടാക്കുക. എന്നിട്ട് 40 സെൻറ്റിമീറ്ററിലാണ് ഹോള്. അതിൽ നമ്മൾ വിത്ത് നനച്ച് 2-3 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഓരോ വിത്ത് ഇടുക. എന്നിട്ട് 2 നേരം ഡ്രിപ്പിലൂടെ വെള്ളം വിട്ട് 3-4 ദിവസം എല്ലാം മുളച്ച് വരികയും, ഈ വിത്ത് ഇടുന്നതിനോടൊപ്പം തന്നെ 1-2 നമ്മൾ സ്ഥലത്തിനനുസരിച്ച് 100 വിത്തിന് ഒരു 20 വിത്ത് വെച്ച് ഒരു ട്രേയിൽ പാവി നിർത്തുക. അപ്പോൾ നമുക്ക് ഇതിലത്തെ അഥവാ എന്തെങ്കിലും വിത്തുകൾ മുളയ്ക്കാതെ വന്നാൽ നമുക്കതിൽ പാഴ് തീർക്കാനായിട്ട് വരും. ഒരു 5 ദിവസം കഴിഞ്ഞ് 8 ദിവസം കഴിയുമ്പോൾ 19 വളം ഡ്രിപ്പിലൂടെ കൊടുക്കണം. പിന്നെ നമ്മൾ തടം കോരുമ്പോൾ ജൈവവളം മസ്റ്റായിട്ടും ചേർക്കണം. ചാണകപ്പൊടി, അതേപോലെ കോഴിവളം, കപ്പലിൻ്റെ പിണ്ണാക്ക്, കമ്പോസ്റ്റ്, ഇതൊക്കെ ചേർക്കാവുന്നതാണ്. അതൊക്കെ പ്രാദേശികമായിട്ട് ലഭ്യത അനുസരിച്ച് നമുക്ക് ചേർക്കണം. പിന്നെ ഇത് 20-25 ദിവസമാകുമ്പോഴേക്കും ചെടി പൂ ഇടുകയും കായ വിരിയുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ച് പ്രാണികളോ അല്ലെങ്കിൽ പുഴു, ചിലപ്പോൾ മഞ്ഞളിപ്പ് രോഗം, അതൊക്കെ വരാവുന്നതാണ്. പിന്നെ ഈ ചെടി പൂവിടുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിലുള്ള പുല്ലുകളും അതൊക്കെ കളഞ്ഞ് മണ്ണ് ഒന്ന് ചെനക്കി അതിൽ വെയിൽ കൊള്ളിച്ച് അതിലുള്ള ക്രിമികീടങ്ങളൊക്കെ കളഞ്ഞാൽ നമുക്ക് കായ്ക്ക് അധികം കേടുവരാതെ ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ ഒരു 20 ദിവസം കഴിയുമ്പോൾ പറമ്പിൻ്റെ സൈഡുകൾ, അതായത് സൈഡുകളിലൊക്കെ കായ്ച്ച കെണികൾ ഏകദേശം 1 ഏക്കറയ്ക്ക് ഒരു 4 എണ്ണം വീതം സ്ഥാപിക്കണം. 20 ദിവസം കഴിയുമ്പോൾ സ്ഥാപിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം 2 നേരം 20 മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് വിടണം. പിന്നെ പ്രാദേശികമായിട്ട് ഇപ്പോൾ കാണുന്ന അസുഖങ്ങൾക്ക് അപ്പോൾ മരുന്ന് തളിക്കേണ്ടതാണ്. ഈ ചെടികളൊക്കെ ഒരു 35 ദിവസം ആയ ചെടികളാണ്. കായ വീണ് തുടങ്ങി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ചെടികൾക്കും വെള്ളം കിട്ടുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോട്ടോർ ഇട്ടതിന് ശേഷം ചെടികളുടെ ഇടയിലൂടെ നടന്നിട്ട് ചില ചെടികൾ വാടിക്കാണും, അല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ വളർച്ചക്കുറവ് കാണും. അപ്പോൾ നമുക്ക് ആ ഡ്രിപ്പ് നോക്കിയാൽ കാണാം, ഹോൾ അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഹോളുകൾ ഒന്ന് തുറക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ കെട്ടിയ സൈഡൊക്കെ ഒന്ന് തുറന്ന് അതിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് വിടേണ്ടതാണ്. പിന്നെ അതോടൊപ്പം ജൈവമായിട്ട് ചെയ്യാവുന്ന ചാളയും ശർക്കരയും കൂട്ടിയിട്ടുള്ള ജൈവ അമൃതങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്.
പരമാവധി ജൈവമായിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് ഒരു 3 ഏക്കറോളം സ്ഥലത്തത് കൃഷി ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു ചെടി ഒരു 60 ടു 70 ദിവസമാണ് ഇതിൻ്റെ കായ മൂപ്പെത്തേണ്ട സമയം, പറിക്കാറുള്ള സമയം. അപ്പോൾ ഞങ്ങളത് ഒരു 65 ദിവസം കഴിഞ്ഞപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ മുൻ കൃഷി വകുപ്പ് മന്ത്രി സുനിൽകുമാർ അവരുടെ ക്ഷണിച്ച് ഒരു ഉദ്ഘാടനം കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഇത് റീറ്റെയിലായിട്ട് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥലം കിടക്കുന്നത് ചേർപ്പ് ചേനം, വലിയ ചേനം എന്ന സ്ഥലത്താണ്. ഏകദേശം ചേർപ്പിൽ നിന്നൊരു 2.5 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നാൽ ഈ സ്ഥലം. കാരണം അവിടെ ഞങ്ങൾ റീറ്റെയിൽ രാവിലെ ഒരു 7:30 മുതൽ വൈകിട്ട് 6 മണി വരെ എടുക്കുന്നുണ്ട്. അവിടെ ആവശ്യമുള്ളവർക്ക് ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.